ശ്രീ റെജി ലൂക്കോസ്, വൈശാൽ കല്ലാട്ടാണ് പോലീസിൽ പരാതിയുമായി പോയ വ്യക്തി. പക്ഷേ ആ തെളിവ് പൊതുസമൂഹത്തിന് മുന്നിലേക്കോ മാധ്യമങ്ങളുടെ മുന്നിലേക്കോ വെക്കാൻ അദ്ദേഹം തയ്യാറല്ല. ഇപ്പോഴും ഇതൊരു ആരോപണമായി നിൽക്കുന്നു എന്ന ബോധ്യത്തിലാണ് ഞാൻ താങ്കളോടും ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? അന്വേഷണം നടക്കുന്നതിനായി അത് പോലീസിന് ഇപ്പോൾ പരാതി വന്നിട്ടുണ്ടല്ലോ, ആ പരാതിയിൽ അന്വേഷണം നടക്കട്ടെ എന്നല്ലേ മുഖ്യമന്ത്രി പറയേണ്ടിയിരുന്നത് ശ്രീ റെജി ലൂക്കോസ്? സുജിയ, ഇതുവരെ ബഹുമാനപ്പെട്ട ആ സുഹൃത്ത് പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു. ഇതൊരു വ്യാജ ആരോപണമെന്നുള്ളത്. കാരണം സുജയുടെ ആദ്യത്തെ ചോദ്യത്തിന് അദ്ദേഹം ആ സുഹൃത്ത് പറഞ്ഞ മറുപടി എന്താ? തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഒരു പരാതി നമ്മൾ ആർക്കെങ്കിലും എതിരെ എവിടെയെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു തെളിവ് ഹാജരാക്കണം. അല്ലെ വഴിയാ പോകുന്ന ഏതൊരു വ്യക്തിക്ക് ആർക്കെങ്കിലും പരാതി കൊടുക്കാൻ പറ്റുമോ? അത് ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെയും നിയമപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അവകാശത്തെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി എന്തായിരുന്നു? തെളിവുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ തെളിവുകളൊക്കെ ഞാൻ എൻ്റെ ഉണ്ട്, പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല അദ്ദേഹത്തിനുള്ള തെളിവുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളത്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഈ പ്രേക്ഷകർ കേട്ടില്ലേ? ഒരു കാര്യം മനസ്സിലായി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവെങ്കിൽ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ തങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നിയമസഭയിൽ നടത്തിയ കോലാഹലങ്ങള് വളരെ മോശമായി പോയെന്നും അത് ബാലിശമായി പോയെന്നും പൊതുസമൂഹത്തിന് മുമ്പിൽ ഇളിഫിലായെന്നുള്ളത് ഈ സുഹൃത്തിന്റെ സംസാരത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് വ്യക്തമായി. തന്നെ പോലെ ബഹുമാനപ്പെട്ട ആ സുഹൃത്തിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അദ്ദേഹം ഒരു പരാതി കൊടുത്തവർ ഞാനും കുറച്ചായിരുന്നു വാർത്തകളിലൂടെ. ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതി എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കണതെങ്കിലും പറയണ്ടേ? അതുപോലുമില്ല. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഇതിൽ വാർത്തകളിലുണ്ടല്ലോ, അപ്പൊ ഇതിന്റെ പ്രത്യേകിച്ച് പരാതിയുടെ ആവശ്യം തെളിവിന്റെ ആവശ്യം നിങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്ന്. 2-3 ദിവസമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യും? അങ്ങനെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒരു തെളിവില്ലാതെ ഒരു തരിപ്പ് തെളിവില്ലാണ്ട് എങ്ങനെ ഒരു പരാതി കൊടുത്തു? അതിപ്പോ സത്യം പറയുകയാണെങ്കിൽ ഇവരെ പോലുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. കാരണം ഇവർ ചെയ്ത കടുത്ത വ്യക്തിഹത്യയുണ്ട്. ആരെന്നറിയോ? ഞങ്ങളുടെ പാർട്ടിയുടെ കോഴിക്കോട് ഏരിയ മെമ്പറെ കുറിച്ചല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ ആവുമ്പം ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ. ശ്രീ റെജി ലൂക്കോസ്, അത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. ശ്രീ റെജി ലൂക്കോസ്, ഈ വിഷയം നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് CPM-നെ ആക്രമിക്കാനാണെന്ന് തോന്നും. അങ്ങനെയല്ല, ഇതിൽ നെല്ലും പതിരും തിരിയണം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഞാൻ ആവർത്തിച്ച കാര്യം ശ്രീ വൈശാൽ കല്ലാട്ടിനോട് ചോദിച്ചത്. മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ഇമെയിലായി ലഭിച്ച ഒരു പരാതി മാത്രമാണ് ആകെയുള്ളത്. ഇന്ന് രാവിലെയാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി ലഭിച്ചത്. ആ പരാതി ഇമെയിലായി അയച്ച വൈശാൽ കല്ലാട്ടാണ് റിപ്പോർട്ടറിന്റെ ഫ്ലോറിൽ നമുക്കൊപ്പം ശ്രീ റെജി ലൂക്കോസിന് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ വൈശാൽ ആ പരാതിയിലേക്ക് നയിച്ച ആരോപണത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ പരാതിയിൽ അനുബന്ധമായി വെക്കേണ്ട തെളിവിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയറായി ഒരു മറുപടി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ.